നമസ്കാരം. ലോകജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു നിഗൂഢത നിറഞ്ഞൊരു വിഷയമാണ്. അറ്റ്ലാന്റിസ്, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നഷ്ടപ്പെട്ട നഗരം. മിത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും അതിരുകളിൽ നിൽക്കുമ്പോൾ അറ്റ്ലാന്റിസിന്റെ കഥ നമ്മളെ എന്നും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അറ്റ്ലാന്റിസിന്റെ പ്രാചീന രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് കടന്നു ചെന്നാലോ? അറ്റ്ലാന്റിസ് ഇതൊരു കഥയോ യാഥാർത്ഥ്യമോ? ആദ്യമായി അറ്റ്ലാന്റിസ് എന്ന പേര് കേൾക്കുന്നത് പ്രാചീന ഗ്രീക്ക് തത്വചിന്തകൻ പ്ലേറ്റോയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഇദ്ദേഹം ക്രിസ്തുവിന് മുമ്പ് 427-347 BC ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്റെ ടിമിയസ് എന്ന ഗ്രന്ഥത്തിലും ക്രിറ്റിയാസ് എന്ന ഗ്രന്ഥത്തിലും അറ്റ്ലാന്റിസിനെ കുറിച്ച് വിശദമായി വിവരിക്കുന്നു. ഇദ്ദേഹം ഇത് തന്റെ ഗുരുവായ സോക്രാറ്റസിന്റെ സംഭാഷണത്തിന്റെ ഭാഗമായി ഒരുക്കിയതാണ്. അറ്റ്ലാന്റിസിന്റെ കഥ ഒരു തരം ഉപദേശമോ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സിവിലൈസേഷൻ ഇല്ലാതായ ചരിത്രമോ ആവാം. പ്ലേറ്റോയുടെ വിവരപ്രകാരം അറ്റ്ലാന്റിസ് ഏകദേശം 9000 വർഷങ്ങൾ മുൻപുള്ള ഒരു പ്രാചീന നാഗരികതയായിരുന്നു. ഇത് അത്യധികം സമ്പന്നവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മുൻപോട്ടുമുള്ള ഒരു ദ്വീപായിരുന്നു. പ്ലേറ്റോയുടെ വിവരണത്തിൽ അറ്റ്ലാന്റിസ് സമുദ്രത്തിന്റെ നടുവിലുള്ള ഒരു വലിയ ദ്വീപായിരുന്നു. പ്രധാനമായും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ കണ്ടുവരുന്ന ദ്വീപായതുകൊണ്ടാണ് ഈ ദ്വീപിന് അറ്റ്ലാന്റിസ് എന്ന പേര് വന്നത്. 3 തട്ടുകളായി ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഭൂമി ശ്രേണികളിൽ കാടും നദികളും നിറഞ്ഞിരുന്നു. ഭൂമുഖത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനാൽ മാർഗങ്ങളിലും സമുദ്രസേചന സംവിധാനങ്ങളും ഉണ്ടായിരുന്നുവെന്നും കരുതപ്പെടുന്നു. മുൻനിര സാങ്കേതിക വിദ്യകളും അഡ്വാൻസ് ജലസേചന സംവിധാനങ്ങളും കെട്ടിട നിർമ്മാണവും പ്ലേറ്റോ പറയുന്ന പ്രകാരം അറ്റ്ലാന്റിസിലെ ജനങ്ങൾ ഇതിൽ വളരെയധികം മുന്നിലായിരുന്നു. സ്വർണവും വെള്ളിയും അടങ്ങിയിട്ടുള്ള സമ്പന്നതയുടെ ഒരു ദ്വീപ്. ഈ ദ്വീപ് അവരുടെ വാണിജ്യ രംഗത്ത് ശക്തമാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ദ്വീപിന്റെ ഭരണാധികാരിയായ പൊസൈഡിന്റെ 10 പുത്രന്മാർ ഈ നാടിനെ അനന്തകാലത്തേക്കുള്ള മഹത്തായ ഒരു നാഗരികതയായി പരിപോഷിച്ചു. പക്ഷെ അഹങ്കാരവും ധാർമ്മികതയില്ലായ്മയും അറ്റ്ലാന്റിയന്മാരെ തകർച്ചയിലേക്ക് നയിച്ചു. ഇതിനുശേഷം ഒരു വലിയ പ്രളയം, അഗ്നിപർവ്വതങ്ങളുടെ പൊട്ടിത്തെറികൾ എന്നിവ മൂലം ഈ ദ്വീപ് ഇല്ലാതായി എന്നാണ് മിത്തുകൾ പറയുന്നത്. അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല അല്ലേ? എന്നാൽ രസകരമായ ഒരു കഥയല്ലേ ഇത്? പ്ലേറ്റോയുടെ വിവരണ പ്രകാരം അറ്റ്ലാന്റിസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ഇപ്പോഴും പഠനങ്ങളുടെ വിഷയമാണ്. ഇതിന്റെ തിയറി പ്രകാരം എവിടെയൊക്കെയാണെന്ന് നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രം. പ്രാചീന നാവികർ അഭിപ്രായപ്പെട്ടത് ഹെറാക്ലസ് പില്ലറുകൾ അഥവാ ജിബ്രാൾട്ടർ കടലിടുക്ക്, അതിന് പിറകിൽ വലിയൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഇതുവരെ അവിടെ ഒരു മതിപൂർണ്ണ തെളിവുകളും കണ്ടെത്തിയിട്ടില്ല. ചില ഗവേഷകർ വെച്ച് പുലർത്തുന്നത് സാന്റോറിനി ദ്വീപുകളും അക്യുമൽ തടാകങ്ങളും അറ്റ്ലാന്റിസിന്റെ കേന്ദ്രമാണെന്നാണ്. സാന്റോറിനി ദ്വീപ് പഴയകാലത്തിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ തകർന്നതിന്റെ സൂചനകളും കണ്ടെത്തിയിട്ടുണ്ട്. ചില ശാസ്ത്രജ്ഞന്മാരാവട്ടെ മൊറോക്കയിൽപ്പെട്ട റീച്ച് സർക്കിളാണ് അറ്റ്ലാന്റിസ് എന്ന് കരുതപ്പെടുന്നു. പ്ലേറ്റോ എഴുതിയ രീതിയിൽ ദ്വീപിന്റെ വൃത്താകൃതിയിലുള്ള രൂപം ഇവിടെ കാണപ്പെടുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് അറ്റ്ലാന്റിസിനെ സയൻസ് കാണുന്നതെന്ന് നോക്കാം. ഇതിൽ നമുക്ക് മിത്തും കൊണ്ടുവരാം, യാഥാർത്ഥ്യവും കൊണ്ടുവരാം. നിരവധി ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും അറ്റ്ലാന്റിസിനെ പ്ലേറ്റോയുടെ തത്വചിന്തയിലേക്ക് നയിക്കുന്ന ഒരു ഉപമ അല്ലെങ്കിൽ സങ്കല്പം മാത്രമാണെന്ന് കരുതുന്നു. അദ്ദേഹം ആ സമയത്തെ അഥീനയുടെ തത്വചിന്തയും സമൂഹത്തിനുള്ള പാഠങ്ങളും സൃഷ്ടിക്കാൻ ഈ കഥ ഉപയോഗിച്ചു. ഇതേസമയം യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ ചിലർ ഇതിനെ ഒരു യഥാർത്ഥ ഭൂഖണ്ഡം അല്ലെങ്കിൽ നാഗരികതയായി കാണപ്പെടുന്നു. ടെക്ടോണിക് പ്ലേറ്റുകളുടെ നീക്കം, ഭൂമി പരിണാമം, വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവ കാരണം ഈ നഗരം നശിച്ചതായുമെന്നും അഭിപ്രായപ്പെടുന്നു. പ്ലേറ്റോയുടെ എഴുത്തുകൾ അനുസരിച്ച് അറ്റ്ലാന്റിസിന്റെ നഗരങ്ങൾ ആരോഗ്യവും മോടിയേറിയതുമായിരുന്നു. വൃത്താകൃതിയിലുള്ള രൂപകൽപ്പന, കൂടെയുള്ള നദികളും ജലസംഭരണികളും അതിന്റെ പ്രധാനത്തെ ഉയർത്തിക്കാട്ടുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെ പൂർവ്വരൂപങ്ങൾ ഉള്ളതായും കരുതപ്പെടുന്നു. അടിമകൾ ഉപയോഗിച്ച് ജലപാതകൾ നിർമ്മിച്ചു വന്നിരിക്കുന്നു. കൃഷി, ജലസേചനം എന്നിവയുടെ നൂതന സംവിധാനങ്ങളും ഉള്ളതായും കരുതുന്നു. അറ്റ്ലാന്റിസിനെ പറ്റി ഒരുപാട് സിനിമകളും പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഡിസ്നിയുടെ അറ്റ്ലാന്റിസ് ദ ലോസ്റ്റ് എംപയർ. അറ്റ്ലാന്റിസ് ദ ലോസ്റ്റ് എംപയർ പോലുള്ള ചിത്രങ്ങളും ഗ്രന്ഥങ്ങളും അറ്റ്ലാന്റിസ് മിത്തിനെ ലോകപ്രസിദ്ധമാക്കി. സാഹിത്യകാരന്മാരുടെ പ്രചോദനത്താൽ മുത്തമിട്ട നിരവധി കൃതികളും അറ്റ്ലാന്റിസിന്റെ ഒരു കേന്ദ്രമാണ്. അറ്റ്ലാന്റിസ് ഇന്നും ഒരു രഹസ്യമാണ്. പക്ഷെ അത് നമ്മളെ ചിന്തിക്കാൻ, പഠിക്കാൻ, സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. അത് യാഥാർത്ഥ്യമായിരുന്നെങ്കിലോ അതോ ഒരു മിത്തായിരുന്നെങ്കിലോ? ഇതൊരു വലിയ പാഠം നൽകുന്ന ഒരു കഥയാണല്ലേ. ആ കഥ എന്തെന്ന് വെച്ചാൽ, നാം എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്ന അനശ്വരരാണ്. അഹങ്കാരവും നിയമവിരുദ്ധതയും എപ്പോഴും വീഴ്ചയ്ക്ക് കാരണമായേക്കാം. ഈ ദിനം തുല്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളുക, പഠിക്കുക, നമുക്ക് ജീവിക്കാൻ പ്രചോദനമായി മാറ്റുക. നമ്മുടെ ലോകജാലകത്തിന്റെ അടുത്തൊരു എപ്പിസോഡിന് മറ്റൊരു രസകരമായ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.